ഒരു ദിവസം അബി മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ, ഇന്ന് അവയെ എങ്ങനെയെങ്കിലൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ, എങ്ങനെ ഇപ്പോൾ ഞാൻ ഒഴിവാക്കുക എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. നവ്യയുടെ ശല്യം സഹിക്കാൻ പറ്റാനൊക്കെയാണ് കേട്ടോ അബി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അബി അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബിക്ക് തോന്നിയത് കൊട്ടേഷൻ കൊടുക്കുക അവളെ കൊല്ലാന്നുള്ളത് തോന്നിയത് കേട്ടോ. അങ്ങനെ അവൻ അവളെ കൊട്ടേഷൻ മുമ്പ് കൊടുത്തിരുന്ന ആളെ വിളിച്ചിട്ട് വീണ്ടും പറയാണ്, ഇങ്ങനെ എൻ്റെ ഭാര്യയെ കൊല്ലണം, അങ്ങനെ ആരും അറിയാൻ പാടില്ല, ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് എത്താം, അപ്പോൾ അവിടെ വെച്ചിട്ട് എന്നെ അറ്റാക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ അബി അവരോട് പറയാണ് കേട്ടോ, ഗുണ്ടകളോട് പറയാണ്. അതേപോലെ തന്നെ ഈ ജലജയോട് അബി പറയുന്നുണ്ട് ഇങ്ങനെ കൊടുത്ത കാര്യമൊക്കെ. അപ്പോൾ അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, നീ ചെയ്യുന്നത് നല്ലതാ മോനെ, അവരെങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു, നവ്യയെ കൊല്ലണം, ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിൻ്റെ കൂടെ നവ്യ ഉണ്ടായിരിക്കും, പക്ഷെ തിരിച്ചു വരുമ്പോൾ അവൾ ഉണ്ടാകരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ജലജ അവനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് ജലജ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അവിടെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ. അപ്പോൾ എന്നിട്ട് അബി നവ്യയോട് ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ചിട്ട് നവ്യയുടെ ചെന്ന് പറയാണ്, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, കുറേ നാളായില്ലേ പുറത്ത് പോയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബി നവ്യയോട്. നവ്യ ഇത് കേട്ട പാടെ നവ്യക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ, കാരണം ഇവിടെ പുറത്ത് കൊണ്ടുപോകാത്തലാണല്ലോ പരാതി ഉണ്ടായിരുന്നത്. പറഞ്ഞപ്പോൾ നവ്യ പറയാണ്, നിനക്ക് ഇപ്പോഴെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ തോന്നിയല്ലോ, എന്നൊക്കെ പുറത്ത് കൊണ്ടുപോകാനൊക്കെ നിനക്ക് തോന്നിയല്ലോ എന്നൊക്കെ നവ്യ പറയാണ്. അപ്പോൾ അബി പറയാണ്, സംസാരിക്കാനൊന്നും സമയമില്ല, നീ വേഗം റെഡിയാവും, നമുക്ക് പുറത്ത് പോയിട്ട് വരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ പ്ലാനും സെറ്റായിട്ട് പോവാണ് ഇവർ. വേറെ ആരോടും പറഞ്ഞിട്ടില്ല, ജലജയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവർ പോവാണ്. നവ്യയോട് പറഞ്ഞു ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോ, നമുക്കൊരു ശല്യമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബി. അങ്ങനെ അവർ പോവാണ്. അപ്പോൾ അബിയുടെ പ്ലാൻ അനുസരിച്ച് ഗുണ്ടകൾ സമയം തന്നെ അവരുടെ വണ്ടിയുടെ മുമ്പിൽ വരികയും അബിയെ ആക്രമിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അബിയെ ആക്രമിച്ച് അബി ബോധം കെട്ട് നിലത്ത് വീഴുന്നതൊക്കെ ആയിട്ട് അബി അഭിനയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് അവർ നവ്യേനെ എടുത്തിട്ട് പോവാണ്. പക്ഷേ ഗുണ്ടകളെ ഏൽപ്പിച്ചവനിൽ ഒരവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാനൊക്കെ പോയില്ലേ അവളെ അന്ന്, ആദർശമൊക്കെ വന്നിട്ട് രക്ഷിച്ചില്ലേ അന്ന്. അപ്പോൾ അന്ന് അതേപോലെ തന്നെ ഇവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കൊല്ലാനാണ് അബി പറഞ്ഞത്, പക്ഷേ കൊല്ലാണ്ട് അവളെ കല്യാണം കഴിക്കാനുള്ളൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഗുണ്ട അവളോട് ഇങ്ങനെ പറയുകയാണ്, നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ ആൾ എന്നോട് നിന്നെ കൊല്ലാനാണ് പറഞ്ഞത്, പക്ഷെ ഞാനത് ചെയ്യില്ല, കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ, നിന്നെ കല്യാണം കഴിക്കാൻ പോകാമെന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. നവ്യ അത് കുറേ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ വായിലെ തുണിയൊക്കെ തിരിയിട്ട് ഗുണ്ട പുറത്ത് പോവാണ് കേട്ടോ. ഗുണ്ടകളൊക്കെ കാവൽ നിർത്തിയിട്ടൊക്കെ ഉണ്ട്. പുറത്ത് പോകുന്ന സമയത്ത് അബി വിളിക്കുകയാണ് ഗുണ്ടേനെ, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാം കുഴപ്പമില്ല, അവളെ കെട്ടിയിട്ടിട്ടുണ്ട്, അവളെ കൊല്ലാന്നൊക്കെ പറയാണ് കേട്ടോ ഗുണ്ട. അതൊക്കെ നവ്യ എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. കനക തൊട്ടപ്പുറത്ത് എന്തോ മേടിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. കേട്ടപ്പോൾ മനസ്സിലായി നവ്യനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ മോളെ അപകടത്തിലാണെന്നൊക്കെ കനകയ്ക്ക് മനസ്സിലാവുകയാണ്. കനക വേഗം ഇവിടെ കിട്ടിയിട്ടുള്ള സ്ഥലമൊക്കെ അബിയോട് ഗുണ്ട പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് കനക അവളെ രക്ഷിക്കാനായിട്ട് ആ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സമയത്ത് കനക ആദ്യം നയനേനെ വിളിക്കുകയാണ്. നയനേനെ വിളിക്കുമ്പോൾ നയനയാണെങ്കിൽ വീട്ടിൽ അനന്തപുരിയിൽ ആകെ പ്രശ്നമാവാണ് കേട്ടോ. ഇവരൊക്കെ രണ്ടുപേരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്താണ് നയനയ്ക്ക് കനകയുടെ കോള് വരുന്നത് കേട്ടോ. കനകയുടെ കോള് വന്നിട്ട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, കെട്ടിട്ടു എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ. അപ്പം അങ്ങനെ നയനയും ആദർശവും കൂടിയിട്ട് അവളെ രക്ഷിക്കാനായിട്ട് പോവാണ്. അപ്പോഴേക്കും കനക അവിടേക്ക് ചെല്ലും കേട്ടോ. ചെല്ലുമ്പോൾ ഗുണ്ടകളൊക്കെ അവളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോഴേക്കും ആദർശ് അവിടെ എത്താണ് കേട്ടോ. എത്തിയിട്ട് കനകേനെ ആ ഗുണ്ടകളൊക്കെ അടിച്ചിട്ട് നവ്യേനെയും രക്ഷിച്ചിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഈ മെയിൻ ആൾ, ഇവിടെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ആളില്ലേ, ആൾ വരുന്നത് കേട്ടോ. പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് വരുന്നുള്ളത് കേട്ടോ.
വന്നിട്ട് ഗുണ്ട ഓടാൻ ശ്രമിക്കും. പക്ഷെ ആദർശ് ഓടിച്ചിട്ട് പിടിക്കും കേട്ടോ. എന്ന് ചോദിക്കും, അന്ന് നീ പറഞ്ഞില്ല, എന്തെങ്കിലും പറയണം, നിനക്ക് ആരെ കൊട്ടേഷൻ തന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ തല്ലാണ് കേട്ടോ. ആദ്യമൊന്നും ഗുണ്ട പറയാൻ തയ്യാറായില്ലെങ്കിലും ആദർശിൻ്റെ അടിയൊക്കെ കൊണ്ട് അവസാനം ഗുണ്ട പറയാണ്. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. അന്ന് ഞാൻ വിവാഹം കഴിക്കാൻ കടത്തിക്കൊണ്ട് പോയപ്പോൾ സാധിച്ചില്ല. ഇപ്പോഴൊരു അമ്മയാവാൻ പോകണമെന്ന് അറിഞ്ഞു, എങ്കിലും കുഴപ്പമില്ല, എനിക്കുള്ള ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അയാള് താലിയൊക്കെ കൊണ്ടാണ് വന്നത്. താലി കെട്ടാൻ പോകുന്ന സമയത്താണ് അവള് കണ്ടിട്ട് അവളെ അടിക്കുക, അതായത് കനക ഇയാളെ അടിക്കുകയൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റ് ആദർശം കുറെ അടിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അബിയാണെങ്കിൽ ഇവരെ തല്ല് കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയി ചുരുണ്ടുകൂടി കിടക്കുകയാണ്, കള്ളത്തരൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. തലയിൽ കെട്ടൊക്കെ വെച്ച് ആ ഒരു ഡോക്ടറിന്റെ കെയർ ഓഫിൽ കിടക്കുകയാണ്. എല്ലാരും പോയി അവനെ കാണുന്നുണ്ട്. അവനെ ഭയങ്കര കരഞ്ഞു മെഴുകിയിരിക്കുകയാണ് കേട്ടോ. പാവം എന്റെ നവിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, പാവം ഉണ്ടാവും എവിടെയാന്ന് പോലും അറിയില്ല, എന്റെ കുഞ്ഞിനെല്ലാം സംഭവിച്ചു കാണുമെന്നൊക്കെ ചോദിച്ചിട്ട് അബി ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ അബിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ. അമ്മി പറയാണ്, ഞാനാണ് എല്ലാത്തിനും കാരണക്കാരൻ, എൻ്റെ നവ്യനെ ഞാൻ കളഞ്ഞു പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, നിനക്ക് അവളെ വേണ്ടായിരുന്നല്ലോ, പിന്നെ പെട്ടെന്ന് എത്ര സ്നേഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ചെറിയ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അവളെൻ്റെ ഭാര്യയല്ലേ, അവളുടെ വയറ്റിലുള്ള എൻ്റെ കുഞ്ഞല്ലേ, അപ്പൊ എങ്ങനെ എനിക്ക് സ്നേഹമില്ലാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് ജാനകി പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരുടെ മനസ്സിലേക്ക് ചെറിയ സംശയം വരുന്നുണ്ട്. അപ്പം അവൻ ഓർക്കാണ്, ഈ പെണ്ണുമ്പിള്ള ഒരു കാരണവശാലും സമ്മതിക്കില്ലല്ലോ എന്ന് ഓർക്കുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് വലിയൊരു ഇടുത്തി പോലെ ആദർശ് നവ്യനെയും കൂട്ടി കയറി വരുന്നത് അബി കാണുകയാണ്. ഇത് കണ്ടപാടെ ഷോക്കായിട്ട് അബി ചാടി എഴുന്നേക്കാണ് കേട്ടോ. ജലജയും അവിടെ ചാടി എഴുന്നേക്കുന്നു. ഈ സമയത്ത് ആഹാ മോളെ വന്നോന്ന് ചോദിച്ച് മുത്തശ്ശി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. മോളെ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം പറയാണ്, മുത്തശ്ശ അന്ന് ഒരാളെ ഇവിടെ തട്ടിക്കൊണ്ട് പോയില്ലേ, അയാൾ തന്നെയായിരുന്നു ഇന്ന് പറയാണ്, ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ, അവനെയൊക്കെ പോലീസിൽ ഏൽപ്പിച്ച് 2 ഇടി കൊടുക്കണമെന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, പോലീസ് ഓൾറെഡി അവനെ കൊണ്ടുപോയിട്ടുണ്ട്, അവന്റെ കാര്യം ഒരു നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജാനകി പറയാണ്, എടാ ഇത്രയും നേരം നീ എന്റെ ഭാര്യയെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര സീനായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി നിന്റെ ഭാര്യ എന്നിപ്പോ നിനക്ക് മിണ്ടണ്ടേന്ന് ചോദിക്കുമ്പോൾ അഭി പറയണ, അല്ല എനിക്ക് കണ്ടപ്പോ തന്നെ അവളെ കണ്ടപ്പോ സന്തോഷം സഹിക്കാൻ വയ്യ, ആനന്ദക്കണ്ണീരാണ്, ആനന്ദാശ്രുക്കളാണെന്നൊക്കെ പറഞ്ഞ് അഭി അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. എവിടെയൊക്കെ കൊണ്ട് കളഞ്ഞാലും ഇവര് രക്ഷിച്ചോണ്ട് വരുമല്ലോ എന്നിങ്ങനെ അഭി മനസ്സിൽ കാണുകയാണ്. എന്നിട്ട് അപ്പം ജലജ ചോദിക്കാൻ കേട്ടോ, എന്താടാ ഇത്, നീയല്ലേ പറഞ്ഞത് ഇന്നത്തോടില്ല അവസാനിച്ചു എന്ന്, ദേ കയറി വരുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാമേ ഇവളെന്റെ തല്ലിൽ ഇങ്ങനെ ഭാരമായിട്ട് കൂടിയേക്കല്ലേ എന്ന് അബിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശം നയനയ്ക്ക് എന്തൊരു സംശയം ഈ കാര്യത്തിലുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ചാനലിലൂടെ റിവ്യൂസും അതുപോലെ അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.